ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മഗ്ഫിറത്തിന്റെ 10ലാണ് നമ്മളുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണം. ആ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നോറ്റുകൊണ്ട് ക്ഷീണത്താൽ അന്നപാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും ആകാംക്ഷയോടിരിക്കുന്നത് ഈ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10 കരസ്ഥമാക്കാനാണ്. ഈ 10 കരസ്ഥമാക്കുമ്പോൾ ഒരുപാട് നന്മകളുടെ വഴികൾ അള്ളാഹു നമുക്ക് തരും. അതിനു വേണ്ടിയിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, പരിശുദ്ധമാക്കപ്പെട്ട മഗ്ഫിറത്തിന്റെ 10 ഉണ്ട്. ആ 10ൽ ഏതൊരാള് കരയുന്നോ, ഏതൊരാള് സങ്കടപ്പെടുന്നോ, അവന്റെ കണ്ണീര്, ആ പെണ്ണിന്റെ കണ്ണീര്, ആണിൻ്റെതാകട്ടെ പെണ്ണിൻ്റെതാകട്ടെ ആരുടെ ആകട്ടെ, അവരുടെ കണ്ണീരുകൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുന്നതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരുണ്ടാകുമോ? ഇല്ല. സങ്കടങ്ങൾ ഉണ്ടവർ അല്ലെങ്കിൽ സങ്കടങ്ങളില്ലാത്തവരുണ്ടാകുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ സാമ്പത്തികമായ ഉന്നമനങ്ങൾ കൊടുത്തുവെന്ന് പറഞ്ഞാലും ഒരുപാട് ടെൻഷനുകളും സങ്കടങ്ങളും ദുഃഖങ്ങളുമായി കടന്നു വരുന്ന ആയിരക്കണക്കാന ആളുകളുണ്ട്. എന്നാൽ ആ ടെൻഷനും ആ സങ്കടവും ആ ദുഃഖവും എല്ലാം മാറിപ്പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഒരു മാസമാണ് റമളാൻ. ആ റമളാനിന്റെ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10ലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മഗ്ഫിറത്തിന്റെ 10ലൂടെ കടക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്, ദുനൂബി, എന്റെ പാപങ്ങളെ, യാ റബ്ബൽ ആലമീൻ, ഈ ലോകത്തെ തന്നെ അടക്കി ഭരിക്കുന്ന റബ്ബേ, സർവ്വലോക സംരക്ഷനായ തമ്പുരാനെ, എന്റെ പാപങ്ങളൊക്കെ നീ പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഈ രാത്രികളിൽ കരയുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾ റബ്ബ് പൊരുത്തപ്പെട്ടു തരും. പക്ഷെ അത് വേണമെന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുമ്പോഴാണ്. അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്ത് വെച്ച് നമ്മൾ അങ്ങ് ചെയ്താൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ല പറയുന്നൊരു വാക്കുണ്ട്, കണ്ടോ എന്റെ അടിമയെ കണ്ടോ, അവൻ നിറഞ്ഞ മനസ്സോട് എന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവനാണ്, അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവളാണ്. അതുകൊണ്ട് പടച്ചോനെ, അല്ലാഹുവേ, നീ അവന്റെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. നല്ല മനസ്സ് കൊടുത്തിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. ഇദാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്ന അങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ വേറെ വല്ല കാര്യമായിരിക്കും അല്ലേ? അഷ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അപ്പൊ കാണാൻ ഒരു നോട്ടീസ് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന്, അഷ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, നാളെ രാവിലെ 10 മണിക്ക് ഖുർആൻ പഠന ക്ലാസ്, അസ്അലുൽ ജന്ന. നമുക്ക് പോണം അല്ലെ? മനുഷ്യന്മാരങ്ങനെ. എന്നാൽ എന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും മാറ്റിവെച്ചിട്ട് 1 സെക്കൻഡോ 2 സെക്കൻഡോ, ചുരുങ്ങിയത് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് കഴിയുന്ന ഒരു ദുആ, ആ ഒരു ദുആയുടെ ഇടയിൽ മറ്റൊന്നും കേറ്റാൻ പാടില്ല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലിക്കൊണ്ട് കടന്നു വരാമോ ഈ പരിശുദ്ധമായ ഈ മഗ്ഫിറത്തിന്റെ 10ൽ? എന്റെ പെങ്ങളെ, നമുക്ക് ചൊല്ലാൻ പറ്റുമോ? സൂറത്ത് ആല ഇംറാനിന്റെ ആയത്തുകൾ, സൂറത്ത് ആല ഇംറാൻ നമ്മൾ എത്ര ഓതുന്നോ അത്രയും പോരിശ അല്ലാഹു നമുക്ക് തരുന്നതാണ്, അത്രയും സന്തോഷം അല്ലാഹു നമുക്ക് തരുന്നതാണ്, അത്രയും ഗുണപാഠങ്ങൾ അല്ലാഹു നമുക്ക് തരുന്നതാണ്. അത് നിറഞ്ഞ മനസ്സോടെ നമ്മൾ ഓതിയാൽ അതെത്ര സന്തോഷമാണെന്നറിയുമോ? അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സൂറത്ത് ആല ഇംറാൻ കഴിവതും ഒരു ദിവസം ഒരൊറ്റ വട്ടമെങ്കിലും പാരായണം ചെയ്യുക. രണ്ടാമത്തേതോ, എല്ലാ വ്യാഴാഴ്ച രാവുകളിലും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ അല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ അഹ്വാ സനുഖ്രിഉക ഫലാ തൻസാ ഇല്ലാ മാഷാ അല്ലാഹ്. സൂറത്തുൽ അഅ്ലാ നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഇൻഷാ അല്ലാഹ്
ചില സൂറത്തുകൾ അള്ളാഹുവിന്റെ ഹബീബ് പ്രത്യേകം പഠിക്കാൻ പറഞ്ഞ സൂറത്തുകൾ, പ്രത്യേകം ഓതാൻ പറഞ്ഞ സൂറത്തുകൾ, സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ മുത്തുനബി തങ്ങൾ ഓതിയിട്ടുള്ള സൂറത്തുകൾ. അതുകൊണ്ട് ഇതുവരെ ഓതണം. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ ഖദ് അഫ്ലഹ മൻ തസക്കാ. സൂറത്തുൽ അഅല സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ എല്ലാവരും ഓതുന്ന സൂറത്താണ്. ആ സൂറത്ത് എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 3 തവണ ദിവസത്തിൽ എപ്പോഴെങ്കിലുമായി ഈ മഗ്ഫിറത്തിന്റെ ബത്തിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? ഓതാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തർ മനസ്സ് കൊടുത്താൽ ഓതാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓതാൻ പറ്റും. അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ അള്ളാഹു നിഅമത്തുകൾ തരും. ഒരുപാട് അനുഗ്രഹങ്ങളെ, ഒരുപാട് സന്തോഷങ്ങളെ അള്ളാഹു തരുമെന്നാണ്. അപ്പൊ ആല ഇമ്രാനും മറക്കണ്ട, സൂറത്തുൽ അഅലയും നമ്മൾ മറക്കണ്ട. ഈ ആല ഇമ്രാനും സൂറത്തുൽ അഅലയൊക്കെ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരുമ്പോൾ പടച്ചവനെ നമുക്ക് നല്ല സന്തോഷം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കും. ആ സന്തോഷത്തിൽ നമ്മൾ മുന്നോട്ട് കടക്കുമ്പോൾ, ആ സന്തോഷത്തിന്റെ വടികളിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്ര പറഞ്ഞാലും എത്രത്തോളം വാഴ്ത്തിയാലും അത് തീരൂല സഹോദരാ. പക്ഷെ നമ്മൾ വേണോന്ന് പറഞ്ഞ് ചെല്ലണം. അള്ളാഹു നമുക്കതിന്റെ കൂലി, റബ്ബ് നമുക്കതിന്റെ പ്രതിഫലം അള്ളാഹു തരണോന്നുള്ള ചിന്തയിൽ നമ്മൾ ഓതുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ തട്ടൂല, അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വ്യാഴാഴ്ച ദിവസങ്ങളായാൽ ഏറ്റവും കൂടുതൽ ഓതുമായിരുന്നു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى الذي أخرج المرعى فجعله ثاء أحوى سنقرئك فلا تنسى إلا ما شاء الله. അത്ഭുതമുള്ള സൂറത്താണ്. അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു സൂറത്താണിത്. ആ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരുമ്പോൾ അള്ളാഹു ഒരുപാട് പ്രതിഫലം തരും, അള്ളാഹു ഒരുപാട് സന്തോഷം തരും. അള്ളാഹുവേ, ഒരു പെണ്ണിരുന്നിട്ട് കരയുകയാണ് വീടിന്റെ ഉള്ളിൽ, ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം, നോമ്പ് തുറക്കാൻ പോലും ഒന്നുമില്ലല്ലോ. പിഞ്ചോമന മക്കൾക്ക് പോലും നോമ്പ് തുറക്കുമ്പോ പച്ചവെള്ളമല്ലാതെ ഒരു കാരയ്ക്ക് പോലും കൊടുക്കാനില്ല. പിടിച്ച നോമ്പുകാരിയായ ഒരു പെണ്ണ്, പിഞ്ചോമന മക്കൾക്കും നോമ്പാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്കും നോമ്പ് പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആ മക്കൾക്ക് പോലും നോമ്പ് തുറക്കുന്ന സമയത്ത് കൊടുക്കാൻ ഒരിറ്റ് വെള്ളം മാത്രമേ ഉള്ളൂ. ഈത്തപ്പഴമില്ല, ഭക്ഷണമില്ല, റൊട്ടിയില്ല. സങ്കടത്തിലാണ്. പച്ചവെള്ളം മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയും, അല്ലാഹു ഇതല്ലാതെ ഒന്നും നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. മക്കളെ, റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളമാണ്. അള്ളാഹുവിന് വേണ്ടി പിടിക്കുന്ന നോമ്പ അള്ളാഹു തട്ടൂല്ല. വിഷംന്ന് വാടിത്തളർന്നിരിക്കുന്ന പൊന്നുമക്കളെ അരികത്ത് വിളിച്ച് ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തു ചൊല്ലുമോ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى والذي أخرج المرعى فجعله غثاء أحوى. നിറഞ്ഞ മനസ്സോടെ ഓതി കൊടുക്കുകയാണ്. പൊന്നുമക്കൾ ഓതിയിട്ട് ഇങ്ങനെ വിശന്ന് പാടിത്തളർന്നിരിക്കുമ്പോ, ഉമ്മാ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ, മനസ്സു വല്ലാതെ വേദനിക്കുന്ന ഉമ്മ, മനസ്സു വല്ലാതെ പൊട്ടുന്ന ഉമ്മ. അതുകൊണ്ട് ഉമ്മ, അല്പം വെള്ളം തരുമോ, അല്പം ഭക്ഷണം തരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുമ്പിലേക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാള് കടന്നു വന്നു.
ഒരു പരിചയമില്ലാത്ത ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, വന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞേ? ഈ മക്കള് പട്ടിണിയാണോ? ഈ മക്കള് പട്ടിണിയാണോ? ഈ മക്കള് വിഷമത്തിലാണോ? ഈ മക്കള് വേദനയിലാണോ? എന്നാൽ ഈ മക്കളുടെ സങ്കടങ്ങളും ഈ മക്കളുടെ വേദനകളും ഈ മക്കളുടെ ദുഃഖങ്ങളല്ല പടച്ചോനെ, അത് മാറിപ്പോകാൻ ഇതൊരു കാരണമാണ് എന്ന് പറഞ്ഞൊരു സ്വർണത്തിന്റെ കിഴിയെടുത്ത് പെണ്ണിന്റെ കയ്യിൽ കൊടുത്തുപോയത് അത് വല്ലാത്ത അത്ഭുതകരമായ വഴികളിലൂടെയാണ്, സന്തോഷത്തിന്റെ വഴികളിലാണ്. ആ പൊന്നുമക്കളുടെ രോഗങ്ങള്, പൊന്നുമക്കളുടെ സങ്കടങ്ങള്, പൊന്നുമക്കളുടെ ആവലാദികളെല്ലാം മാറിപ്പോയത് പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിൽ സൂറത്തുൽ അഅല പാരായണം ചെയ്തപ്പോഴാണ്. കടങ്ങളുള്ളവരില്ലേ, വിഷമങ്ങളുള്ളവരില്ലേ, എന്തിനാ ഒരു 5 or 6 വരിയേ ഉള്ളൂ, അത് ഓതേണ്ടുന്ന പോലൊന്ന് ഓതിയാൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. നമ്മൾ എണ്ണിയാ തിട്ടപ്പെടുത്താത്ത പ്രതിഫലം അല്ലാഹു തരും, എണ്ണിയാ തിട്ടപ്പെടുത്താത്ത കൂലികൾ അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹുവിനെ മനസ്സിൽ ഇരുത്തിയിട്ട് നിങ്ങൾ മുന്നിലേക്ക് നടന്നോ. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല, അല്ലാഹു നമ്മളെ ഖായിബാക്കൂല്ല, അല്ലാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല്ല, അല്ലാഹു നമ്മളെ ദുഃഖത്തിലാക്കൂല്ല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ നല്ല ഖബൂലിയത്ത് കിട്ടണമെന്ന് പറഞ്ഞ് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് തുടങ്ങിയിട്ട് സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി الصُّحُفِ الْأُولَى صُحُفِ إِبْرَاهِيمَ وَمُوسَى. അവിടംബരോധനം എല്ലാം അല്ലാഹ്. നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയുണ്ടോ? നിങ്ങളുടെ കൽബിലുള്ള പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ സൂറത്തിന്റെ പവർ. 5 വക്കത്തിൽ ഓതാൻ പറ്റി, 5 വക്കത്ത് ഓതിക്കോളി, ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ഓരോന്ന് ഓതുമ്പോഴും നീയത്ത് കൽബി കൊണ്ടുവരാ. ആ നീയത്തിന് അല്ലാഹു മാധുര്യം തരും, ആ നീയത്തിന് അല്ലാഹു പ്രതിഫലം തരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഓതാൻ പറ്റണം. ഒന്ന് സൂറത്ത് ആല ഇമ്രാൻ ആണെങ്കിൽ മറ്റൊന്ന് സൂറത്തുൽ അഅലയാണ്. ഇങ്ങനെ നമ്മൾ ഓതിയിട്ട് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും അല്ലാഹുവിന്റെ കാരുണ്യവും മനുഷ്യരാവുന്ന നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു പോകുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർലി, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ, ദുനൂബി, എന്റെ പാപങ്ങളെ, യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിലേക്ക് ചോദിക്കാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞ റബ്ബിലേക്ക് ചോദിക്കാനിരിക്കുന്നവരെ, റഹ്മത്തിന്റെ പത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അവിടുന്ന് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സ്വഹാബിമാരോട് പറഞ്ഞു കൊടുത്തല്ലോ, സഹാബാ അല്ലാഹുമ്മ റഹംനി, അല്ലാഹുവിലേക്ക് കരുണ ചോദിച്ചുകൊണ്ട് ഇതിന്റെ ടൈം ആകുമ്പോൾ ഒരു ദുആ രക്കണം. ഒറ്റക്കിരുന്നിട്ട് അല്ലാഹുവേ, ഇന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ അവിടെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നീ എന്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി റബ്ബിലേക്ക് അങ്ങ് പറഞ്ഞു പോകുമ്പോൾ അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല്ല, അല്ലാഹു നമ്മളെ ഖായിബാക്കൂല്ല, അല്ലാഹു നമ്മളെ സങ്കടപ്പെടുത്തില്ല. അതുകൊണ്ട് മഗ്രിബിന്റെ അടുക്കുന്ന സമയത്തിന്റെ ഉമ്മമാര് എത്ര ഭക്ഷണം ഉണ്ടാക്കാനുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് മുമ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നീറുന്ന ഹൃദയത്തോടെ പൊട്ടിക്കരയുന്ന കൽബോടെ നിറഞ്ഞ കണ്ണുനീരോടെ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് വരട്ടെ. അങ്ങനെ കണ്ണീര് വന്നിട്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ റബ്ബിൽ
റബ്ബിലേക്ക് പറഞ്ഞാൽ അല്ലാ നിന്റെ റഹ്മത്ത് ലഭിക്കാത്തവരിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ റഹ്മത്ത് ലഭിക്കാത്തവരിൽ ഞങ്ങളെ പെടുത്തല്ലേ പടച്ചോനെ. നിങ്ങൾ ദുആ ചെയ്യണം. 5 മിനിറ്റ് അതിനു വേണ്ടി മാറ്റിവെക്കണം. നമ്മൾ എന്നാണോ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് ചൊല്ലുന്നത്, ആ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അതല്ലാതെ പൊന്നാർ ഉസ്താദെ ഇവിടെ ഭക്ഷണം വെക്കണം, ആനയാണ് ചേനയാണ്, ആപ്പിൾ മുറിക്കണം, പിന്നെ മുസമ്പി മുറിക്കണം, അല്ലെ മുസമ്പി മുറിക്കണം, അത്തിപ്പഴം മുറിക്കണം, ആനയാണ് ചേനയാണ്, ആകെ സമയമില്ല. അന്നൊരു ദിവസം 10 മിനിറ്റ് മാറ്റി വെക്കണം. നേരത്തെ നിങ്ങളെല്ലാം ഒരുക്കി വെക്ക്. എല്ലാം ഒരുക്കി വെച്ചിട്ട് കരയണമാരെ പോലെ മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹ കരഞ്ഞിട്ടുണ്ടെങ്ങനെ. എല്ലാം എടുത്തു വെച്ചു, നോമ്പ് തുറക്കാനുള്ള സകലമാന വസ്തുക്കളും എടുത്തു വെച്ചു മുന്നേ. എന്നിട്ടാ കുറച്ചു നേരം ഒന്ന് കണ്ടുപിടിച്ച് എന്തിനെന്നറിയുമോ? റബ്ബിന് വേണ്ടി റഹ്മത്തിന് ഞാൻ അർഹപ്പെട്ടവളല്ല, എന്നാലും നിന്റെ റഹ്മത്ത് തരണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന് ഞാൻ അർഹതപ്പെട്ടവളല്ല, എന്നാലും നീ എനിക്ക് നിന്റെ റഹ്മത്ത് തരണേ എന്നാണ്. പൊന്നാര സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചെയ്യും. അള്ളാഹുവിന് വേണ്ടി ചൊല്ലുമ്പോ പെങ്ങളെ അവിടെ റബ്ബ് മാത്രം, റബ്ബിന് വേണ്ടി ഖുർആൻ ഓതുമ്പോ റബ്ബ് മാത്രം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോ റബ്ബ് മാത്രം. അതാണ് വേണ്ടത്. ഇഖ്ലാസ് ഉണ്ടാക്കണം. നല്ല മനസ്സും നല്ല നീയത്ത് നിങ്ങൾ കൊടുത്തു നോക്ക്. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ. വുളു എടുക്കുമ്പോ സംസാരിക്കല് കറാഹത്താണ്. ആ വുളു എടുക്കുമ്പോ മിണ്ടാൻ പാടില്ല. ചില ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചില ആളുകളുടെ വുളു എടുപ്പ് ഉണ്ടാകായിരിക്കും. ഇപ്പം എന്ത് ചെയ്യും? ആ കയ്യിലെ തൊലി ഫുള്ള് പൊരിഞ്ഞു, അമ്മാരി പിടിയാണ്. പിടിച്ചിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെന്താ പറയും, മോളെ കൈക്കത്ത് എന്തോ കുറച്ച് സോപ്പോടെ കൊണ്ടുവരാൻ പറയും, ഇല്ലേ? അതിൻ്റെ ഇടയ്ക്ക് വായിലും മൂക്കിലും പൊന്നാരമ്മമാരെ മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ എന്തിയാ നിൽക്കരുത്? സംസാരിക്കാൻ നിൽക്കരുത്. പിന്നെ വെള്ളം താഴട്ടുണ്ടല്ലോ, പിന്നെ അവസാനത്തെ വുളുവെടുപ്പായി പോകും. അതുകൊണ്ട് നല്ല നീയത്തോടെ സംസാരിക്കാതെ വുളു എടുക്കണം. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് ഇവിടുന്ന് ഇനിയുള്ള സമയങ്ങളിൽ അവിടുന്ന് വുളുവെടുത്തിട്ടിരിക്കണം. നോമ്പ് തുറക്കാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടല്ല വുളുവെടുക്കേണ്ടുന്നത്. നീ ഭക്ഷണം കൊടുക്കുമ്പോ, നോമ്പ് തുറക്കാതിരിക്കുമ്പോ വുളുവെടുത്തിട്ട് നല്ല മനസ്സോടെയാണ് ഇരിക്കേണ്ടുന്നത്, ഇല്ലേ? വുളുവെടുത്തിട്ട് നല്ല മനസ്സോടിരിക്കുക. ഒരു കാരക്ക എടുത്തു, നോമ്പ് മുറിച്ചു, അൽഹംദുലില്ലാ. അതൊരെന്ത് സന്തോഷം എന്നറിയാം. ആ ഒരു സമയം, അത്താഴം കഴിക്കുന്ന സമയത്ത് അത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല. എന്താ കാര്യം? ആ ഒരു പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴേ ഉറക്കത്തിന്റെ ആ ഒരു മൂഡിലായിരിക്കും വരിക. എങ്ങനെയെങ്കിലും അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ട് വാരി അടിച്ചിട്ട് പോവുക, അല്ലേ? പക്ഷെ നോമ്പ് തുറക്കണ സമയമുണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, അതൊരു ഭയങ്കര സന്തോഷമാണ്, അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതങ്ങോട്ട് കാണുമ്പോ ഈത്തപ്പം കൊണ്ട് എടുക്കലുണ്ട് ഒരു എടുപ്പ്. പടച്ചോനെ, അടുത്ത് അതങ്ങോട്ട് കഴിച്ചു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ഒരു സന്തോഷം. ആ സന്തോഷം ആർക്കൊക്കെ ഇഷ്ടമെന്നറിയോ? അല്ലാ, നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള സന്തോഷം അത് റബ്ബിന് ഇഷ്ടമാണ്. ചൂടിങ്ങനെ അടിക്കുമ്പോ ഓർക്കണം, പടച്ചോനെ ഇതൊന്നൊരു ചൂടല്ലല്ലോ. ഇതൊരു ചൂടല്ല, ഇതൊരു ചൂടല്ല, ഇതൊന്നും ഒരു ചൂടല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നൊരു ചൂടല്ലല്ലോ. അള്ളാന്റെ ചൂട് നിങ്ങളുടെ ശരീരത്തെ കടിക്കുമ്പോ വളരെ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കണം. ഒരുപാട് കരയാൻ, ഒരുപാട് നിങ്ങൾ കരയണം, കരയണം പെങ്ങളെ. ഇന്ന് മുതൽ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി ചൊല്ലും. ഞാൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് ചൊല്ലുന്നതിന്റെ തൊട്ടു മുമ്പൊന്ന് കരയാൻ പറ്റുമോ? റബ്ബേ, നിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കോ അല്ലാ. റബ്ബേ, തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിട്ട് നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ എന്നെ പെടുത്തണേ അല്ലാ
എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങുന്ന മനസ്സോടെ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ വന്ന ഓരോരുത്തരെയും നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാര് പലരും വിട പറഞ്ഞ് ഖബറിലാണ് പടച്ചോനെ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. പടച്ചവനെ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ലാ. കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബേ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ തട്ടല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ ഖൈറായ വഴികൾ തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്. നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ. സങ്കടത്തിലാക്കല്ല അല്ലാ, വിഷമത്തിലാക്കല്ലേ അല്ലാ. പടച്ചോനെ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. പരിശുദ്ധമായ റമളാന്റെ പോരിശകൾ ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ ഉൾപ്പെടുത്തണേ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, ഖൈർ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ പോലെ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല പടച്ചവനെ, അങ്ങനത്തെ സങ്കടങ്ങൾ തന്ന് കണ്ണീരിലാക്കല്ല അല്ലാ, വിഷമത്തിലാക്കല്ല അല്ലാ, ദുഃഖത്തിലാഴ്ത്തല്ല അല്ലാ. ആവലാദികളും വേവലാദികളും തന്ന് ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടിൽപ്പെടുത്തിയിട്ട് ഞങ്ങളെ നരകത്തിന്റെ തുല്യരാക്കല്ല അല്ലാ. നിന്റെ സ്വർഗം തരണേ അല്ലാ, നിന്റെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ സ്വർഗം കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. ഈ മജ്ലിസിൽ സംഗമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ഓരോരോ നീറുന്ന പ്രയാസങ്ങളുണ്ട് പടച്ചവനെ. അല്ലാഹുവേ ആരുടെ എന്ത് പ്രയാസമാണോ അതെല്ലാം മാറ്റണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.